ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് സേമിയ പായസം. സേമിയ പ്ലസ് ചൗവരി രണ്ടും കൂടി ചേർത്തുകൊണ്ടുള്ളൊരു നല്ലൊരു പായസം ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണേ. അപ്പോൾ വെൽക്കം ബാക്ക് ടു സേറാസ് എൻ്റർടൈൻമെൻറ്റ് വ്ളോഗ്സ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും പായസം ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കാം, എന്നാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ ഒന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം കമൻ്റായിട്ട്. അപ്പം നമുക്ക് വരും പായസം ഉണ്ടാക്കിയെടുക്കാം. സെമി പായസം ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 പാക്കറ്റ് ഇതുപോലെ റോസ്റ്റഡ് വെംസിലിയാണ്. നല്ല കനം കുറഞ്ഞതാണ്. അതുപോലെ ഇതിന് റോസ്റ്റഡ് അല്ലാത്തത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇതാണ് കൂടുതൽ നല്ല ടേസ്റ്റ്, പായസത്തിന് നല്ലത്. വറുത്ത ഇതുപോലെ തിന്നായിട്ടുള്ള വെംസിലി തന്നെയാണ്. നമുക്കും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഇവിടെ ഇത് ഒടിച്ചിടുവാണേ അത് പാകത്തിന്. അപ്പോൾ കൈകൊണ്ട് ഒടിച്ചെടുക്കാൻ നല്ലൊരു സുഖമുണ്ട്. ഇത് വേറെ രീതിയിലും ഒടിച്ചെടുക്കാം, ഇതുപോലെ കവറിൽ വെച്ച് തന്നെ. എന്നിട്ട് നമുക്കിത് പൊട്ടിച്ചിട്ടാൽ മതി. അപ്പം 2 പ്ലേറ്റ് ഇതുപോലെ നുറുക്കിയെടുത്തിരിക്കുന്നു. അപ്പം ഞാനിത് വീണ്ടും വറുത്തെടുക്കുന്നില്ല, റോസ്റ്റ് ചെയ്തതാണ് ഓൾറെഡി. അപ്പം നമുക്ക് ഇതുപോലൊരു പാത്രത്തിൽ ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത് ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം വെള്ളം തിളപ്പിച്ചെടുക്കാം. വെള്ളം തിള വരുമ്പോൾ നമുക്ക് വെംസില്ലി അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വേവിച്ചെടുക്കാം. ഒരുപാട് വേവൊന്നുമില്ല. ഇതുപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുന്നു. പാല് തന്നെ വേവിച്ചെടുക്കാതെ ഇതുപോലെ നമ്മൾ ആദ്യം വേവിച്ചെടുത്തിട്ട് പാൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് നല്ല കുറുകിയ പാലൊഴിച്ച് നല്ല ടേസ്റ്റുള്ള പായസം ഉണ്ടാക്കിയെടുക്കാം. അപ്പം അതുപോലെ അതിനിടയിൽ ചൗവരി പ്ലസ് സെമിയ പായസമാണ്. അപ്പോൾ ചൗവരി വേവിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഓയിലൂടെ ആഡ് ചെയ്ത് കൊടുത്തത് സ്റ്റിക്ക് ചെയ്യത്തില്ല, ഒട്ടിപ്പിടിച്ച് ഇരിക്കത്തില്ല, വേറിട്ട് കിട്ടും. നമ്മുടെ വേംസില്ലി നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്, നല്ല പാകത്തിനായി. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ മിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് ബോയിൽ ചെയ്യാം. അതിനുശേഷം നമ്മുടെ ചൗവരിയും വെന്ത് വന്നിരിക്കുന്നു. അപ്പം ഞാൻ ഇതിലേക്ക് ആ ചൗവരി കൂടി ഒന്ന് ആഡ് ചെയ്ത് ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ച് ഒന്ന് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ഒരുപാട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല, പാൽ ഒരുപാട് നമുക്ക് വറ്റിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ അത് കുക്ക് ചെയ്തെടുത്തതുകൊണ്ട്. ഞാൻ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നതുകൊണ്ട് പഞ്ചസാര അധികം ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാനത് കണ്ടൻസ്ഡ് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചിട്ട് ആ സ്വീറ്റ്നെസ് എങ്ങനെ, മധുരം ഒരുപാടുണ്ടെങ്കിൽ കുറച്ച് അളവിൽ മാത്രം ചേർത്ത് കൊടുക്കുന്നു പഞ്ചസാര, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പായസം മേക്കിങ്ങിൻ്റെ ഫൈനൽ സ്റ്റേജ് അപ്പം കഴിയാനായി. അപ്പോൾ പായസം നല്ല തിക്കായിട്ടുണ്ട്. പാല് നന്നായിട്ട് ഒഴിച്ച് കൊടുത്തിരിക്കുന്നു, നമ്മൾ ആദ്യമേ കുക്ക് ചെയ്ത് വെച്ചതുകൊണ്ട്. ഇനി അല്പം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. അത് നല്ല ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. അതുപോലെ ഇതാ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കായും പഞ്ചസാരയും ഒരുമിച്ച് പൊടിച്ചതാണ്, നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാനായിട്ട് അതിട്ട് കൊടുത്തു. നല്ലൊരു സ്മെല്ലാട്ടോ ഏലക്കായുടെയൊക്കെ. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ അവസാന ഭാഗം കാഷ്നട്ടും കിസ്മിസും നെയ്ക്കകത്ത് ഫ്രൈ ചെയ്തിട്ട് വാങ്ങി വെച്ചിരിക്കുന്ന പായസത്തിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അപ്പം നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം കേട്ടോ. ഞാനിട്ട് നല്ല അധികം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ വാനില എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ ഒരു ടേസ്റ്റ്, നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്, ഒരു കുഴപ്പമില്ല, നല്ലതാണ്. അപ്പോൾ ഞാനൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കാണിച്ചു തരാം. അപ്പം കുടിക്കാനായിട്ട് ഒരു ഗ്ലാസ്, നല്ല ചൂടാണ് എന്നാൽ പോലും ഞാനൊരു ഗ്ലാസ് പായസം ഒന്ന് കുടിച്ച് നോക്കട്ടെ. നല്ല അടിപൊളിയാട്ടോ, നല്ല ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ ഒരു അറിവിലേക്ക് അറിയാവുന്നതാണോ എനിക്കറിയില്ല, എന്നിരുന്നാൽ പോലും വേംസില്ലി വെന്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാൻ. മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ലെങ്കിൽ എന്നാലേ ആ പഞ്ചസാര കൂടുകയുള്ളൂ, അല്ലെങ്കിൽ മധുരം പിന്നെ ഒത്തിരി ഇട്ട് കൊടുക്കേണ്ടി വരും, ഒത്തിരി നേരം വേവിച്ചെടുക്കേണ്ടി വരും, വെന്ത് കിട്ടത്തില്ല. അതുപോലെ വേംസില്ലി ഇതുപോലെ വേവിച്ചെടുത്താൽ നമുക്ക് ഫൈനൽ സ്റ്റേജിൽ പാലൊഴിച്ച് കൊടുത്ത് നല്ല ബെറ്ററായിട്ടുള്ള നല്ല പായസം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നല്ല വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോസ്. താങ്ക് യു.